ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LCD, OLED, AMOLED എന്നീ പറഞ്ഞ 3 ഡിസ്പ്ലേകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. ഈ LCD, OLED, AMOLED ഇതെല്ലാം ഓരോ ടെക്നോളജികളാണ്. നമുക്കപ്പോൾ ആദ്യം LCD എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഇമേജ് കാണിക്കുക. ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ലെയർ കാണാൻ പറ്റും, നല്ല കോംപ്ലിക്കേഷനും ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാനിത് വളരെ ഈസി ആക്കിയിട്ട് ഒരു 3 ലെയറിൽ പറഞ്ഞുതരാം. അതായത് ഒരു 3 ലെയർ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുക. ആദ്യത്തെ ലെയർ ആണെന്നുണ്ടെങ്കിൽ LED ബൾബ് ആയിരിക്കും, അതായത് വെള്ള കളറുള്ള LED ബൾബ്. രണ്ടാമത്തെ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതാണ് ഈ LCD എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരുപാട് പിക്സൽസ് ഉണ്ടാവും. ഈ പിക്സൽസിൽ എല്ലാത്തിലും RGB ലൈറ്റ്സ് ഉണ്ട്. ഈ പിക്സൽസിൻ്റെ അകത്ത് വെറും 3 കളർ മാത്രമേ ഉള്ളൂ, അതായത് റെഡ്, ബ്ലൂ, ഗ്രീന്. ഇവരെയാണ് നമ്മൾ RGB കളേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയാം. പക്ഷേ ഇവരെ പറ്റിയുള്ളൊരു ഫൺ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കളർ മതി. നമ്മൾ ഈ കാണുന്ന എല്ലാ കളറും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ 3 കളർ വെച്ചിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും, ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളിലും 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ബിറ്റ് ഡിസ്പ്ലേയുടെ അകത്ത് നമുക്ക് 100 കോടിക്ക് മുകളിൽ കളറ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ LCD ഡിസ്പ്ലേ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് നമ്മുടെ LED ബൾബ് വെള്ളം എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലിക്വിഡ് ഗ്ലാസ്, അതാണ് ഈ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് വാൾപേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീനാണ് കാണിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് ഭാഗത്തേക്ക് ഈ പറഞ്ഞ ലൈറ്റ് അടിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലിക്വിഡ് ക്രിസ്റ്റൽസ് ആ ഭാഗത്ത് വന്നിട്ട് ബ്ലോക്ക് ചെയ്യും, ഈ വെള്ള ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഭാഗത്ത് ബ്ലാക്ക് വരുന്നത്. ഇനിയിപ്പോൾ ലൈറ്റ് വേണ്ട സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ വെള്ള ലൈറ്റ് അടിച്ചിട്ട് ഈ പിക്സൽസിന് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് ആ കളർ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ വരുന്നത് ഈ LCD ഡിസ്പ്ലേയുടെ. ഈ LCD ഡിസ്പ്ലേക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരിക്കലും ഒരു പ്യുവർ ബ്ലാക്ക് കളർ ഒരിക്കലും ഈ LCD ഡിസ്പ്ലേക്കകത്ത് കിട്ടില്ല. കാരണം എപ്പോഴും താഴത്തുനിന്ന് വെള്ള ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ ലിക്വിഡ് ക്രിസ്റ്റൽസ് എത്രയൊക്കെ ബ്ലോക്ക് ചെയ്താലും അതിൻ്റെ മോൾ ഭാഗത്ത്, അതായത് സ്ക്രീനിലെത്തുമ്പോൾ എങ്ങനെ പോയാലും ചെറുതായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും ഒരു പ്യുവർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഈ പറഞ്ഞ LCDയുടെ അകത്ത് ഇല്ല. ഇനി നമുക്ക് OLED എന്താണെന്ന് നോക്കാം. ശരിക്കും നമ്മളിപ്പോൾ ഒരു മൊബൈലിൻ്റെ കോൺസെപ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ OLED എന്ന് പറയുന്നതും AMOLED എന്ന് പറയുന്നതും സെയിം സാധനമാണ്. ശരിക്കും ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ്. നമ്മൾ നേരത്തെ ഒരു LCDയെ പറ്റി പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ അകത്ത് താഴത്ത് ഒരു ബൾബ് കത്തുന്നു, LED ബൾബ് കത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഈ പിക്സൽസിൻ്റെ ഒപ്പം തന്നെയായിരിക്കും ഈ പറഞ്ഞ LED ബൾബ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബൾബ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിലൊരു പിക്സൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. നമ്മുടെ LCDയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ആ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ചിട്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു ആവശ്യമേ ഇല്ല. ഇതിൻ്റെ അകത്ത് ട്രാൻസിസ്റ്റർ അതിൻ്റെ താഴെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള കളർ കിട്ടും. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.